ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നിറവും രുചിയും ഒരുപോലെയുള്ള ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി 3 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണിത്. മുകളിലുള്ള ഭാഗം മുറിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലിയൊന്ന് നീക്കിയെടുക്കണം. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നീക്കിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം 1/2 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു പഴുത്തിട്ടുള്ള പച്ചമുളകും അല്ലാതെയുള്ള പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 4 വെളുത്തുള്ളി അല്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് പകുതി വേവുന്നത് വരെ ഒന്ന് വേവിക്കാം. ഇനി മൂടി തുറന്നതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് 1 മിനിറ്റ് സമയം ഒന്ന് വേവിക്കാം. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ബീട്രൂട്ട് കുറച്ച് വേവുണ്ട്, അതുകൊണ്ടാണ്. വീണ്ടും മൂടി തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമുണ്ടെങ്കിലൊന്ന് വറ്റിപ്പോകും, അതുകൊണ്ട് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരം രുചികരമായ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.